ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു പോസ്റ്റ്പാർട്ടം ബെൽറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒരു വർഷമായിട്ട് മിക്ക വീഡിയോസിൻ്റെ താഴെ എനിക്ക് വരുന്ന ഒരു കമൻറ്റാണ്, ഞാൻ യൂസ് ചെയ്ത ബെല്ലി ബെൽറ്റ് ഏതാണ്, പോസ്റ്റ്പാർട്ടം ബെൽറ്റ് ഏതാണ്, ഷെയർ ചെയ്യാവോ, ലിങ്ക് പറയാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത ബെൽറ്റ് ഏതാണെന്ന് ഷെയർ ചെയ്തിട്ടില്ല. അതിന് കാരണം ഞാൻ 2 ബെൽറ്റ് യൂസ് ചെയ്തു, പക്ഷേ അത് രണ്ടും അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബെൽറ്റ് അങ്ങനത്തെ വയറ് കുറക്കൽ അങ്ങനത്തെ കാര്യം പിന്നെ വിട്ടു. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ബെൽറ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിലും ഞാൻ ഇതുവരെ കണ്ടതിലും വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ബെൽറ്റാണ് എന്ന് എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇമ്പോർട്ടിക്ക എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ പോസ്റ്റ്പാർട്ടം ബെൽറ്റാണ്. ഇത് അവർ നമുക്ക് റിവ്യൂ പർപ്പസിനായിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ്, നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നതാണ്. അല്ല, അപ്പോൾ ഞാനിത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുൾ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ബെൽറ്റ് ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് അവരൊരു കൂപ്പൺ കോഡ് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ, അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ അങ്ങനെയല്ല, നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതാണ് ഇമ്പോർട്ടിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പോസ്റ്റ്പാർട്ടം ബെൽറ്റ്. അപ്പോൾ നിങ്ങൾ കണ്ടാവും ഇതാണ് ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം കാണിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ ഇത് ഈ പോസ്റ്റ്പാർട്ടം ബെൽറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് 3 ആയിട്ടാണ്, അതായത് 3 in 1 ബെൽറ്റാണിത്. അപ്പോൾ ഫസ്റ്റ് ബെൽറ്റ് വരുന്നത് ബെല്ലി ബെൽറ്റ്, സെക്കൻഡ് വെയ്സ് ബെൽറ്റ്, മൂന്നാമത്തത് പെൽവിസ് ബെൽറ്റ്. അങ്ങനെ 3 ആയിട്ടാണ് ഈ ഒരു പോസ്റ്റ്പാർട്ടം ബെൽറ്റിനെ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 ബെൽറ്റും ഓരോ ബെൽറ്റും എന്തിനാണ് ഉപകരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ബെൽറ്റിൻ്റെയും പർപ്പസ് എന്താണെന്ന് ഞാൻ പറയാം. ഇത് ബെല്ലി ബെൽറ്റ് ആണ്. ഇതാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ബസ്റ്റിൻ്റെ താഴെ നിന്നാണ് ഈ ബെൽറ്റ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഗൻസ് ഒക്കെ സാഗിങ് ആവാതിരിക്കാനും പിന്നെ നമ്മുടെ വയറ് കുറയാനും ഒക്കെ ഈ ബെല്ലി ബെൽറ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് അതാണ് വെയ്സ് ബെൽറ്റ്. അതാണ് മെയിൻ ബെൽറ്റ് കേട്ടോ. ഇത് നടുക്ക് വരുന്നതാണ് രണ്ടാമത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ യൂട്രസ് ഒക്കെ നന്നായിട്ട് എക്സ്പാൻഡ് ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പാൻഷൻ ഒന്ന് ചുരുങ്ങി കിട്ടാൻ, യൂട്രസ് ഒക്കെ ചുരുങ്ങി പൂർവ്വസ്ഥിതിയിലെത്താൻ ഈ ബെൽറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി മൂന്നാമത്തെ ബെൽറ്റ്, അതാണ് പെൽവിസ് ബെൽറ്റ്. നമ്മുടെ പെൽവിസ് ഏരിയ പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ ആ ഒരു സമയത്തൊക്കെ നന്നായിട്ട് എക്സ്പാൻഡ് ആയിട്ട് ഷേപ്പ്ലെസ് ഒക്കെ ആയിട്ടിരിക്കുമായിരിക്കും. അതൊന്ന് പൂർവ്വസ്ഥിതിയിലാക്കാൻ, നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് കിട്ടാൻ, ബോഡി പോസ്ചർ ഒന്ന് കറക്റ്റ് ആക്കാൻ, കാരണം പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള ഒരു പോലത്തെ ബോഡിയായി കിട്ടാനൊക്കെ ഈ ബെൽറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. സാധാരണ ഒരു പോസ്റ്റ്പാർട്ടം ബെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൽവിസ് ഏരിയ ഒന്നും കറക്റ്റ് പൊസിഷനായി കിട്ടില്ല. പെൽവിസ് ഏരിയ കറക്റ്റ് പൊസിഷനായി കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ബെൽറ്റിൻ്റെ പർപ്പസ് തന്നെ അതാണ്. വയറ് വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്തുള്ള കോർ മസിൽസ് ഒക്കെ നന്നായിട്ട് എക്സ്പാൻഡ് ആയിട്ട് വീക്ക് ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതൊന്ന് പൂർവ്വസ്ഥിതിയിലെത്താൻ, ആ ഒരു മസിൽസിന് കുറച്ച് സ്ട്രെങ്ത് കിട്ടാൻ, അതൊന്ന് ടൈറ്റായി കിട്ടാനൊക്കെ ബെൽറ്റ് എന്തായാലും ഉപയോഗിക്കണം. ചിലർക്ക് ഇങ്ങനെ ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ നടുവേദന വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു ബെൽറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നടുവേദനയ്ക്ക് ഒരു ചാൻസും ഇല്ല. കാരണം ഞാനിപ്പോൾ 2 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒട്ടും നടുവേദന ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഈ ബെൽറ്റിൻ്റെ ഒരു ഡിസൈനെ പറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, ഇതിൽ വന്നിട്ടുള്ളത് ഫിഷ് ബോൺ ഡിസൈനാണ്. അപ്പോൾ ഈ കാണുന്നത് ഫിഷ് ബോൺ ഡിസൈനാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നടുവിന് സപ്പോർട്ട് കിട്ടാനായിട്ട് ഒരു കട്ടിയുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരു സ്റ്റിഫൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ ബെൻഡ് ചെയ്താൽ വളയുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഒട്ടും നടുവേദന വരാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ബെൽറ്റിലും കൊടുത്തിട്ടുണ്ട്, വെയ്സ് ബെൽറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 in 1 ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഓരോ ഭാഗത്തും സ്പെഷ്യലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഓരോ ഭാഗത്തെയും പേർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ബെൽറ്റ്. അപ്പോൾ സാധാരണ ഒരു ബെല്ലി ബെൽറ്റ് യൂസ് ചെയ്യുന്നതിനേലും ഏറ്റവും എഫക്റ്റീവ് ഈ ഒരു ബെൽറ്റ് ആയിരിക്കും. ഇത് വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൊണ്ട് കഴുകി ഉപയോഗിക്കാവുന്നതാണ്. അഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ്. ഭയങ്കര സ്ട്രെച്ചബിൾ ആണ് ഈ മെറ്റീരിയൽ, നല്ല ബ്രീത്തബിൾ ആണ്. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മളുടെ സൈസിനെ ചെറുത് വാങ്ങിക്കരുത്. നമുക്ക് ഇപ്പോൾ എക്സൽ സൈസ് ആണ്, നമ്മുടെ സൈസ് ചാർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ എക്സൽ സൈസ് ആണെങ്കിൽ എക്സൽ സൈസ് തന്നെ വാങ്ങിക്കാം, ഒരിക്കലും ലാർജ് വാങ്ങിക്കരുത്. നമ്മുടെ വയറിൻ്റെ ഭാഗം അളന്ന് നോക്കിയിട്ട് ഏത് സൈസാണോ നമുക്ക് സ്യൂട്ടായിട്ടുള്ളത് അത് തന്നെ വാങ്ങിക്കുക. കാരണം ഈ ബെൽറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് എക്സാക്റ്റ് സൈസിലാണ്. അപ്പോൾ നമ്മളൊരിക്കലും സൈസ് കുറച്ച് വാങ്ങിക്കരുത്. ഈ ഒരു
ബെൽറ്റ് നമുക്ക് നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ഉപയോഗിക്കാം, സി സെക്ഷൻ കഴിഞ്ഞവർക്ക് ഉപയോഗിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും നമ്മൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് നമ്മൾ ഡിസ്ചാർജ് ആയി പോരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചോദിക്കാം എപ്പോഴാണ് ബെൽറ്റ് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്, എപ്പം മുതൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോഡി ഹെൽത്ത് കണ്ടീഷനൊക്കെ അനലൈസ് ചെയ്തിട്ട് ഡോക്ടർ നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇതിന് മുന്നേ ഞാൻ 2 ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബെൽറ്റിലില്ലാത്തൊരു പ്ലസ് പോയിന്റ് ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബെൽറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സ്കിന്ന് മുകളിലോ അല്ലെങ്കിൽ താഴെയോ ഒക്കെ ഇങ്ങനെ ബൾജായിട്ടിരിക്കും, ഫുൾ കവർ ആവില്ല. പക്ഷേ ഈ ഒരു ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബെല്ലി പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റൊമക്ക് പാർട്ട് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. നമുക്ക് ഡെലിവറി കഴിയുന്ന സമയത്ത് എപ്പോഴും ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ഇത്തിരി പെയിൻ ഉണ്ടാവും. ടോയ്ലറ്റ് സീറ്റിൽ എപ്പോഴും ഇരിക്കുമ്പോൾ അത് പെയിൻഫുൾ തന്നെയാണ്, ഇത് നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവം അവർ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. ഇത് നമ്മൾ ഈ ബെൽറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് പി ഫനൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കാതെ നിന്നുകൊണ്ട് തന്നെ യൂറിനേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. പിന്നെ ഇത് സിലിക്കോൺ ആയതുകൊണ്ട് തന്നെ കഴുകി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ട്രാവലിംഗ് സമയത്തൊക്കെ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യേണ്ട ഒരു അവസരം വരുവാണെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബെൽറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ പി ഫണൽ. ഇനി ബെൽറ്റ് എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് കൂടി ഞാനൊന്ന് കാണിക്കാം. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ബെല്ലി ബെൽറ്റാണ്, അതാണ് ഫസ്റ്റ് കെട്ടേണ്ടത്. അപ്പോൾ അത് ബസ്റ്റ് ഏരിയയ്ക്ക് തൊട്ട് താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് എത്ര ടൈറ്റ് വേണമെന്നനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ബെൽറ്റ് കെട്ടാം, അതാണ് വേസ്റ്റ് ബെൽറ്റ്. അപ്പോൾ വേസ്റ്റ് ബെൽറ്റിൻ്റെ മുകളിലായിട്ട് 2 സ്റ്റിക്ക് ഓൺസ് പോലെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും കൂടി ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് വേണം ബെൽറ്റ് കെട്ടാൻ. ഈ ബെൽറ്റും കെട്ടേണ്ടത് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് എത്ര ടൈറ്റ് വേണം അതനുസരിച്ചിട്ടാണ് ഈ ബെൽറ്റും കെട്ടേണ്ടത്. ഇത് കെട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള സ്റ്റിക്ക് ഓൺസ് ഉണ്ടല്ലോ, അതൊന്നുകൂടി ടൈറ്റ് ചെയ്ത് നമുക്ക് ഈ ബെൽറ്റിൻ്റെ മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. അതൊട്ടും ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് കെട്ടുന്നത് പെൽവിസ് ബെൽറ്റാണ്. അത് വേസ്റ്റ് ബെൽറ്റിൻ്റെ മുകളിലായിട്ട് കുറച്ച് താഴ്ത്തിയാണ് കെട്ടേണ്ടത്. പെൽവിസ് ബെൽറ്റിനും 2 സ്റ്റിക്ക് ഓൺസ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണോ കെട്ടുന്നത്, എത്ര ടൈറ്റിലാണോ കെട്ടുന്നത് അതുപോലെ തന്നെ ആയിരിക്കും, ഒട്ടും ലൂസായി പോവില്ല. ബെൽറ്റ് കെട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. പിന്നെ അവരുടെ കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ അതിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.